നോർത്ത് അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് ദെനാലി ആയിരുന്നു. മൗണ്ട് ദനാലി പോകാനുള്ള കാര്യം എന്തായിരുന്നു? അത് ഞാൻ 2023 മൗണ്ട് ദെനാലി കംപ്ലീറ്റ് ചെയ്തതാ 7 സമ്മിന്റെ ഭാഗമായി. അതെ, തമിഴ്നാട്ടിലെ ഒരു എവറസ്റ്റർ ഉണ്ട് മുത്തമ്മിൽ സെൽവി എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരിക്ക് 7 സമ്മിറ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഈ പർവ്വതം കൂടെ കയറണമായിരുന്നു. പുള്ളിക്കാരി എന്നെ വിളിച്ചു, മുഴുവൻ പൈസ തരാമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അങ്ങനെ പോയതാ. അങ്ങനെ പോയി 18 ദിവസം എക്സ്പെഡീഷനാ. അപ്പൊ നമ്മൾ കയറിയിട്ട് തിരിച്ചിറങ്ങുന്ന വഴിക്ക് ഒരു കൊടുങ്കാറ്റടിച്ച് ഒരു 6 ദിവസം ഞങ്ങൾ അവിടെ പെട്ടുപോയി. 5 to 6 days കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കിലുക്കം സിനിമയിലെ കിട്ടുണ്ണി ഓർമ്മിച്ചുകൊണ്ട് അവിടുന്ന് ഒരു വിളി. നമ്മുടെ സാറ്റലൈറ്റ് ഫോൺ എപ്പോഴും ഉണ്ട്, നമ്മളത് യൂസ് ചെയ്യാതെ പറഞ്ഞു വന്നാൽ സിനിമ രംഗം ഓർമ്മയില്ലേ? പവർ സേവ് ചെയ്ത് വെക്കും സാറ്റലൈറ്റ് ഫോണില്. അപ്പം ഇത് വെച്ച് ഞാൻ ഈ പെട്ടുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുങ്കാറ്റ് അടിച്ചോണ്ട് സാറ്റലൈറ്റ് ഫോൺ ഉണ്ട്, ചെറിയ ചാർജ് ഉണ്ട്. അപ്പൊ നമ്മള് ഈ ഭക്ഷണം നമ്മുടെ ഉണ്ട്. ഭക്ഷണം 6 ദിവസത്തേക്ക് 5 ദിവസത്തേക്കേ ഉള്ളൂ. ഈ പെൺകുട്ടിക്ക് ആ സമയത്ത് പീരീഡ്സ് ആയതുകൊണ്ട് പുള്ളിക്കാരിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാതെ ഭയങ്കരമായിട്ടും ഛർദ്ദിച്ച് ബാത്റൂമിലൊന്നും പോകാതെ ഹെൽത്ത് ഡിറ്റീരിയറേറ്റ് ആയി. ഞാൻ ഒറ്റയ്ക്കുള്ള ഞാൻ വിളിക്കത്തില്ലായിരുന്നു. അപ്പൊ ഞാൻ ഇത് വിളിച്ചത് ഞാൻ സത്യം പറഞ്ഞു എന്റെ കൂട്ടുകാരെല്ലാം ആദ്യം വിളിച്ചു. അപ്പൊ ഇത് ഇന്റർനാഷണൽ ഇല്ല, ഇന്റർനാഷണൽ നമ്പർ ആണല്ലോ. അപ്പൊ എല്ലാരും വിളിച്ചു. അല്ല ഫേക്ക് കോളാന്ന് വെച്ചാൽ ആരും എടുത്തില്ല. അവസാനം ഹാഷ്മിയെ വിളിച്ചു. ഹാഷ്മി എന്റെ സുഹൃത്തും എന്റെ റിലേറ്റീവും കൂടെ. ഹാഷ്മി താജ് ഇബ്രാഹിം ജീവിതത്തിൽ ആദ്യമായിട്ട് അവരെ രക്ഷപ്പെടുത്താനായിട്ട് ഹാഷ്മി ഇതിന് പത്രപ്രവർത്തകരാണ്ട് പേടിയില്ലല്ലോ, എല്ലാവരുടെയും ഫോൺ എടുക്കും. അങ്ങനെ എന്റെ ഫോൺ എടുത്തപ്പോ ഞാൻ പറഞ്ഞു ഇതുപോലെ അപകടത്തിൽ പെട്ടിരിക്കുകയാണ്, പക്ഷെ പ്രശ്നമൊന്നുമില്ല, കൊടുങ്കാറ്റ് കഴിയുമ്പോൾ ഞങ്ങൾ ഇറങ്ങി വരാം, ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ദൈവത്തിനോട് പ്രാർത്ഥിക്കണമെന്ന് അറിയാതെ പറഞ്ഞപ്പോ ആഷ്മിക്ക് ശരിക്കും ക്ലിയർ ആയില്ല. പിന്നെ ഞാൻ മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയക്കുക ചെയ്തത്. അത് കേട്ട് കട്ട് ചെയ്തു. മെസ്സേജ് ഈ കാര്യമാണ് പറഞ്ഞിരുന്നത്, കൊടുങ്കാറ്റ് അടിച്ചോണ്ടിരിക്കുകയാണ്, 5-6 ദിവസത്തേക്ക് ഭക്ഷണങ്ങൾ ഞങ്ങളുടെ കയ്യിലുള്ളൂ, പെൺകുട്ടിക്ക് ഇതുപോലെ പ്രശ്നങ്ങളുണ്ട്, അല്ല ആ പെൺകുട്ടി കൂടെ. കാരണം പെൺകുട്ടിയെ തമിഴ്നാട്ടിലെ ഒരു വലിയ ടീമിന്റെ ആളായി പെൺകുട്ടി. പെൺകുട്ടിയെ എയർപോർട്ടിൽ വിടാൻ വന്നവര് പാണ്ടിപ്പടക്കകത്ത് കാണുന്ന പോലെ 10-20 പേര് ചേർന്നിട്ടാ വന്നത്. എന്നെ ഏൽപ്പിച്ചാ വിട്ടത്. 20 പേരാണ് കൊണ്ടുവിട്ടത്. തിരിച്ചു കൊണ്ടുവിട്ടില്ലെങ്കിൽ എന്നെ അവര് അതുകൊണ്ട് മാത്രമാണ് ഞാൻ വിളിച്ചത്. കാരണം ഒരു പർവ്വതാരോഹണം അല്ല, അവര് പെട്ടു, അവര് വയ്യാതായി, അവർക്ക് ഒരു അടി പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് രക്ഷപ്പെട്ടു. ആഷ്മി ചെയ്തതിന്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി കത്തെഴുതി, പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റ് കത്തെഴുതി, അമേരിക്കൻ പ്രസിഡന്റ് അലാസ്കൻ ഗവർണർക്ക് കത്തെഴുതി, ട്രംപിന് തന്നെ. എന്നിട്ട് റേഞ്ചർമാർ ഞങ്ങളെ അന്വേഷിച്ച് വന്നു. പുള്ളിക്കാർക്ക് ഡീഹൈഡ്രേഷന്റെ ടാബ്ലറ്റ് ഒക്കെ കൊടുത്തു. എന്നിട്ട് നെക്സ്റ്റ് ഡേ കൊടുങ്കാറ്റ് തറഞ്ഞപ്പോ ഞങ്ങൾ താഴേക്ക് ഇറങ്ങാൻ പോയി. പുള്ളിക്കാരി പറഞ്ഞു എനിക്ക് പറ്റത്തില്ല, ഞാൻ IPS-കാരൊക്കെ എന്റെ ഫ്രണ്ടാണ്, ഞാൻ ഇന്ത്യയിൽ നിന്ന് വരികയാണ്, ഒരു ഹെലികോപ്റ്റർ കിട്ടുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് അമേരിക്കയാണ്, ചോദിക്കരുത്. അപ്പൊ പുള്ളി ഇപ്പൊ റേഞ്ചർമാർ വന്നിട്ട് ചോദിച്ചു നിങ്ങൾക്ക് ഒരു കാലം മുന്നോട്ട് വെക്കാൻ പറ്റുന്നുണ്ടോ?